നല്ല തനി നാടൻ രുചിയിൽ നല്ല ചിക്കൻ പൊരിച്ചുണ്ടാക്കിയാലോ. ആദ്യം മിക്സീൻ്റെ ചെറിയ ജാറെടുക്കുക. 3 ചെറിയ ഉള്ളി, 3 പച്ചമുളക്, പിന്നെ 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ 2-3 ഇഞ്ചി കഷ്ണം, അതും പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, മല്ലിച്ചപ്പ്. ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളകല്ല നോർമൽ മുളക് പൊടിയാട്ടോ എടുത്തത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ബിരിയാണി മസാല, പിന്നെ ചിക്കൻ മസാല, പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർക്കുക. പിന്നെ മെയിൻ ഘടകമായിട്ടുള്ള തൈരും പിന്നെ പൂനാരങ്ങ നീരും, അതായത് ചെറിയ നാരങ്ങ ഒരു 1/2 എടുത്താൽ മതി. പിന്നെ ഉപ്പ്, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യാം. ഇത് പരിപാടിക്കാണെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ മതി. നമ്മൾ നോർമലായിട്ട് ചിക്കൻ പൊരിക്കുകയാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യണമായിരിക്കും നന്നാവുക. നമ്മൾ ചെറിയൊരു അത്യാവശ്യം വലിയ ഫങ്ഷനൊക്കെ ഇല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കളർ ഇട്ടാൽ അതിൻ്റെ ഒരു ഭംഗി വേറെ കാണും. ഇതിലേക്ക് ഞാൻ ഒരു 3/4 കിലോ ചിക്കനാണ് എടുത്തത്. അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഈ മസാല അതിലേക്ക് പിടിക്കുന്നത് നല്ലതുപോലെ ചിക്കനും ആ മസാലയും മിക്സ് ചെയ്യുക. കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാനായിരിക്കും നന്നാവുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ പുറത്ത് വെക്കുക. ആ ഒരു മസാല അതിലേക്ക് പിടിച്ചോട്ടെ. ഒരു 3/4 മണിക്കൂറോ അരമണിക്കൂറോ എന്നിട്ട് പിന്നെ നല്ല വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. എന്നിട്ട് ഈ ചിക്കന് പൊരിക്കുന്നതിന് മുമ്പ് നമ്മളൊരു സാധനം ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ. അത് നമ്മൾ പൊരിക്കുന്നതിന് കുറച്ച് മുൻപ് ആഡ് ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. ഒരു ക്രിസ്പി ആയിട്ട്. ഞാനത് ഇതിലിട്ടിട്ടുണ്ട്, വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ കോരി വെക്കുക. നല്ല അടിപൊളി ചിക്കൻ പൊരിച്ചാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ.